ദിവ്യനായക സവിധേ കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 43:2 സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ആദ്യം വായിച്ചേ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. എന്താ സമുദ്രം എന്ന് പറഞ്ഞ? കണ്ണീര് സമുദ്രമാക്കി പോകണേ. കരച്ചിന്റെ കാലമാണ് പറയണത്. അല്ല നമ്മളാരും ഇങ്ങനെ സമുദ്രത്തിലൂടെ വണ്ടിയും വള്ളവും പിടിച്ചു പോണ കേസല്ല. കണ്ണീരിന്റെ കാലമാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? കണ്ണീരിന്റെ കാലത്തിലൂടെ നീ കടന്നു പോയാലും പറഞ്ഞേ, കണ്ണീരിന്റെ കാലത്തിലൂടെ നീ കടന്നു പോയാലും വായിച്ചോളൂ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയുമില്ല. അഗ്നിയിലൂടെ നടക്കുമ്പോൾ നിനക്ക് പൊള്ളലേൽക്കുകയില്ല. എന്തുകൊണ്ടാണ് നദിയിലൂടെ നടക്കുമ്പോൾ മുക്കിക്കളയാത്തത്? അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മുക്കിക്കളയത്തില്ല. അപ്പോൾ നിങ്ങളവർക്ക് നമ്മൾ പെരിയാറിലൂടെ പമ്പാ നദിയിലൂടെ പോണ കേസല്ല, കടമണി വിഷയം. മനസ്സിലായില്ലേ? 44 കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 44 കോടി രൂപ കടമാണ്. അപ്പം 4 കോടിക്കും 44 കോടിക്കും ഓരോരുത്തർക്ക് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയ്ക്ക് മുമ്പിൽ വരികയുമ്പോഴാണല്ലോ ഇത് നദിയായിട്ട് മാറണത്. അപ്പം 44 കോടി രൂപ കടവാണ്. ആ സാക്ഷ്യം യൂട്യൂബിലുണ്ട്. എന്താ സംബന്ധിച്ച കൊറോണ വന്നപ്പോൾ അവിടെ കമ്പനിയുടെ അടച്ചുപൂട്ടിയില്ലേ അല്ലേ? അടച്ചുപൂട്ടിയോട് കൂടി പിന്നെ ലോണൊക്കെ എടുത്തപ്പോൾ കൂടിപ്പോയില്ലേ, പലിശ കൂടിയില്ലേ? ബാങ്കുകാരൻ ഇപ്പോഴും നമുക്ക് ഒന്നും വകവെച്ച് തരണില്ലല്ലോ. സർക്കാർ തരാമെന്ന് പറഞ്ഞാൽ സർക്കാർ ബാങ്കിൽ ചെല്ലുമ്പോൾ ബാങ്കുകാർ പറയും സർക്കാർ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ കേസ് പൈസ തന്നിട്ടില്ലെന്ന് പറയും. അത് നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റത്തില്ലെന്ന് പറയും. എല്ലായിടത്തും ഇല്ല എന്നല്ല പറയണത്, എല്ലാം ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ സർക്കാർ തരാമെന്ന് പറഞ്ഞ കൊറോണ വിഹിതമായിട്ട് തരാമെന്ന് പറഞ്ഞ പൈസ അടച്ചിട്ടില്ല. അവിടെ എന്താണ് ഇല്ല എന്നല്ലേ പറയണത്? ഇല്ല അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ തരാൻ, ലോൺ തരാൻ പറ്റത്തില്ല. ഈ ഇല്ല അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പുതിയ നിയമം തുടങ്ങണത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇല്ലയാണേ. ആ പുരാതനമായി ഇല്ലേ ഇന്ന് ആധുനികമായി ഇല്ലയിലേക്ക് പ്രവേശിക്കുന്നത് എല്ലാം ഇല്ല തന്നെ വിഷയം. ഒരു ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം ദൈവത്തെ അവിടെ ഇടപെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തെ ഇടപെടുത്താൻ പറ്റിയ കറക്റ്റ് ഫോർമുലയാണ് അമ്മ പറയണത്. എന്താണ്? ദൈവത്തെ ഇങ്ങനെ വിളിച്ചപേക്ഷിച്ച് ഇടപെടാൻ പറ്റുന്ന കേസല്ല. പിന്നെന്താണ്? അവൻ പറയണ പോലെ ചെയ്യണം. അതാണ് ഉടമ്പടി. കൈയടിച്ച് കർത്താൻ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ഞങ്ങളെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോയെ ഞാൻ ആരാധിക്കുന്നു. സന്തോഷത്തോടെ കൈയടിച്ചുകൊണ്ട് കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോയെ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടും കൊണ്ടിടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇല്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിലൂടെയും അതുപോലെ തന്നെ നീ സമുദ്രത്തിലൂടെ കടന്നു പോകും, നദിയിലൂടെ കടന്നു പോകും. അപ്പോഴെന്താ പറയണത്? ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദാറ്റ്സ് എ പോയിന്റ്. അവിടെയാണ് അണ്ടർലൈൻ. അവിടെയാണ് എന്താണ്? നീ സമുദ്രത്തിലൂടെ കടന്നു പോകും. പറഞ്ഞേ, ഈ സമുദ്രത്തിലൂടെ കടന്നു പോകും. കണ്ണീരിൻ്റെ കാലത്തിലൂടെ കടന്നു പോകുന്നതായി പറയണത്. പിന്നെ എന്ത് ചെയ്യും? ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പം കണ്ണീരിൻ്റെ കാലം, നാളെ ചിരിയുടെ കാലം വരും. ചിലപ്പോൾ കർത്താവ് കൂടെ ഉണ്ടാകണം നിർബന്ധമില്ല. നിങ്ങളൊന്ന് ചിന്തിക്കണേ, നാളെ ചിരിയുടെ കാലം വരും. ചിരി മാത്രം ഉണ്ടാകും, കർത്താവ് ഉണ്ടാകത്തില്ലേ?
പക്ഷെ കണ്ണീരിൻ്റെ കാലത്ത് നിന്നെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ് നിന്റെ ദൈവം. കൈയിടിച്ച് കർത്താവിനെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ഞാൻ ആരാധിക്കുന്നു, ആനന്ദത്തോടും കൊണ്ടിടുന്നു. പാടുക. നിന്റെ കാരുണ്യമായി എന്നെ തേടിയെത്തുന്ന യേശു അങ്ങേ ഞാൻ ആരാധിക്കുന്നു, ആനന്ദത്തോടും കൊണ്ടിടുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം കണ്ണീരിൻ്റെ കാലത്ത് നമുക്കിപ്പോൾ ആ ചേട്ടൻ പറഞ്ഞില്ലേ, നെവിൻ ജോസഫ് എന്താ പറയണത്? എൻ്റെ കണ്ണീരിൻ്റെ കാലമാണ്, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു, എനിക്ക് പൊള്ളൽ അനുഭവിച്ചു, പക്ഷേ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് എന്താ കാരണം? നീയിലൂടെ നടക്കും, അല്ലെ സമുദ്രത്തിലൂടെ നടക്കും. കാര്യം എന്താണ്? സമുദ്രം നിന്നെ മുക്കിക്കളയത്തില്ല. കാര്യം എന്താണ്? ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദാറ്റ്സ് എ പ്രസൻസ് ഓഫ് ഗോഡ്. മനസ്സിലായില്ലേ? ഉടമ്പടി നിങ്ങൾക്ക് നൽകുന്നത് പരീക്ഷയ്ക്ക് നിങ്ങൾ തോറ്റാലും നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കാൻ ഇനിയും സമയമുണ്ടെങ്കിലും നിന്റെ ദൈവം നിന്നെ വിട്ടുപോകാതെ നിൽക്കാൻ കൈയിടിച്ച് കർത്താവ്. ആരാധന. ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഞങ്ങളോടൊത്ത് സഞ്ചരിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കാരുണ്യമായി എന്നെ തേടിയെത്തുന്ന യേശു അങ്ങേ ഞാൻ ആരാധിക്കുന്നു, ആനന്ദത്തോടും കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന യേശു അങ്ങേ ഞാൻ ആരാധിക്കുന്നു, ആനന്ദത്തോടും കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന യേശു അങ്ങേ ഞാൻ ആരാധിക്കുന്നു, ആനന്ദത്തോടും കൊണ്ടിടുന്നു. അപ്പോൾ മറ്റ് പ്രാർത്ഥനാ രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഉടമ്പടിയിലുള്ള പ്രത്യേക അപ്ഡേഷൻസ് എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഗോഡ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. മനസ്സിലായില്ലേ? പ്രസൻസ് ഓഫ് ഗോഡ് എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. അത് നിൻ്റെ ഈ കണ്ണുനീര് വറ്റണ വരെ, തുടച്ചു നീക്കണ കാലം വരെ ദൈവം നിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കും. അതിന് ഏറ്റവും ടോപ്പ് സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്നത് അമ്മയാണ്. അമ്മ ഇങ്ങനെയുള്ള കണ്ണീരിൻ്റെ കാലത്ത് ഒരിക്കലും നെഗറ്റീവ് സംസാരിക്കത്തില്ല. നിങ്ങളെപ്പോഴും ചെയ്യണം. നിങ്ങളെപ്പോഴും അമ്മ മാക്സിമം ചെയ്താൽ ഹൃദയത്തെ സംഗ്രഹിക്കാത്തതേ ഉള്ളൂ. 2:19, 2:52 അതാണ്. 2:19, 2:52 എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് കണ്ണീരിൻ്റെ നനവ് തോന്നിയ നിമിഷങ്ങളിലെല്ലാം അമ്മ ചുണ്ടുകൂട്ടിക്കളയും, ഹൃദയത്തിൽ സംഗ്രഹിക്കും. എന്താ കാര്യം? ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. തൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് അമ്മയ്ക്ക് പെട്ടെന്ന് കണക്ഷൻ കിട്ടും. ഇങ്ങനെ കണക്ഷൻ കിട്ടണം. എന്തെങ്കിലും തകർച്ചയൊക്കെ വന്നുമ്പോഴേ പെട്ടെന്ന് കണക്ഷൻ കിട്ടണം. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല പ്രശ്നം, കണക്ഷൻ കിട്ടാത്തത് കൊണ്ടാണ് പ്രശ്നം. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല. നീ വെട്ടിപ്പം മെനവായിട്ട് ജീവിച്ചാൽ ദൈവം നിൻ്റെ ഹൃദയത്തിൽ ഉണ്ട്, പക്ഷെ നിന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? അതാണ് പക്ഷേ. ഇപ്പം നിൻ്റെ അമ്മ അല്ല നിൻ്റെ അപ്പൻ കുഞ്ഞുങ്ങളിവിടെയൊക്കെ ഇവിടെ എവിടെയെങ്കിലും തിരക്കിലുണ്ടെന്ന് വിചാരിച്ചോ, നിനക്ക് കണക്ഷൻ കിട്ടണം. അതിന് അവിടെ വൈഫൈ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നെറ്റ് ഉണ്ടാകണം. കുറേ പ്രശ്നങ്ങളുണ്ട്. അത് രണ്ട് ആളുള്ളതും നമുക്ക് അനുഭവിക്കുന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം കണക്ഷൻ കിട്ടുന്നൊരു വിഷയമാണ്. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാണ്ടിരിക്കണമല്ല പ്രശ്നം, നമുക്ക് കണക്ഷൻ കിട്ടണില്ലെന്നാണ് പ്രശ്നം. അത് നമ്മുടെ സെറ്റിൻ്റെ കുഴപ്പമോ നെറ്റില്ലാത്ത പ്രശ്നമൊക്കെയാണ്. മനസ്സിലായില്ലേ? അത് എപ്പോഴും ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവ് ദൈവമേ, എൻ്റെ ജീവിത പ്രശ്നങ്ങളിലെ പരിശുദ്ധ അമ്മയെ പോലെ പെട്ടെന്ന് കണക്ഷൻ കിട്ടാൻ നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ എന്നെ പ്രത്യേകമായ വിധത്തിലെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികടെ ജീവിതം സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു, സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായിരുന്നു, ശംഖും ചോരയുമേകുന്നു, സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു, സ്നേഹം കുർബാനയായി മാറുന്നു. ദിവ്യകാരുണ്യം
ഈശോ അങ്ങേ ഞാനിന്ന് ആരാധിക്കുന്നു, ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാനിന്ന് ആരാധിക്കുന്നു, ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? ഓർമ്മശക്തിയാണ്. ഓർമ്മശക്തി എന്ന് പറയുന്നത് ഈ അൽഷിമേഴ്സ് വന്ന് ആൾക്കാർ ഭാര്യ ആരാണ് പെങ്ങളല്ലാതെ ഇങ്ങനെ ബുദ്ധിബോധമില്ലായിരിക്കണില്ല. ആ ഓർമ്മ അല്ല ഞാൻ പറയാം, അത് മനുഷ്യ ഓർമ്മ അതല്ല. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഓർമ്മയുണ്ട്, പരിശുദ്ധാത്മ നൽകുന്ന ഓർമ്മ. ഞാൻ പഠിപ്പിച്ചിട്ടല്ല നിങ്ങളെ അനുസ്മരിപ്പിക്കൊന്നുമില്ലേ? വായിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാനിന്ന് ആരാധിക്കുന്നു, ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാനിന്ന് ആരാധിക്കുന്നു, ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാനിന്ന് ആരാധിക്കുന്നു, ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാനിന്ന് ആരാധിക്കുന്നു, ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടതല്ല നിങ്ങളെ അനുസ്മരിപ്പിക്കും. യോഹന്നാൻ 14:26. യോഹന്നാൻ 14:26 വായിച്ചോളൂ. എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അനുസ്മരിപ്പിക്കുക എന്നാണ് പറയണത്. ആധ്യാത്മിക ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് ഇപ്പം തന്നെ നമ്മളൊരു പ്രത്യേക ഒരു പ്രതിസന്ധി കൂടി കടന്നു പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ഇടയ്ക്ക് ഞാൻ അത് പറഞ്ഞാണ് പ്രസംഗത്തിൽ. ഞാൻ ഇപ്പോൾ ഓർത്തുകൊണ്ട് ഈ അനുസ്മരിപ്പിക്കുന്നതിന് ഉദാഹരണം പറയാം. ഇവളുടെ പാസ്പോർട്ട് റിജക്റ്റായിപ്പോയി. അപ്പോൾ പുതിയ പാസ്പോർട്ട് വേണം. പ്രോസസ്സിങ്ങിന് ഇരിക്കുകയാണ്. ആ സമയത്താണ് പാസ്പോർട്ട് മിസ്റ്റേക്ക് കണ്ടെത്തിയിട്ട് ഫോറിൻ രാജ്യത്ത് നിന്ന് പാസ്പോർട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ എംബസി ചെന്ന് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് പറഞ്ഞ് ഇത് കള്ളത്തരമാണ്, അങ്ങനെയൊന്നുമില്ല, ഇത് കറക്റ്റാണെന്ന് ഇവർ പറയണം. പക്ഷേ അവർ പറയണത് കറക്റ്റല്ലെന്ന് പറയണം. അപ്പോൾ ഇവളെ എന്ത് ചെയ്യാനാണ്? ഫോറിൻ രാജ്യത്ത് റിജക്റ്റ് ചെയ്ത് ഇന്ത്യക്കാരനെ പാസ്പോർട്ട് ഓഫീസ് അംഗീകരിക്കണമില്ല. ഇവിടെ പാസ്പോർട്ട് ഓഫീസിൽ ബാധിക്കുക വെറുതെ വിഷമിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് പരിശുദ്ധാത്മ പ്രവർത്തിച്ച് പറയും, മുകളിൽ ഒരാളിരിപ്പുണ്ട്, അയാളടുത്ത് നിന്ന് സംസാരിക്കാൻ പറയും. ഹയർ അതോറിറ്റി ഉണ്ടെന്ന്. അതാണ് ഓർമ്മശക്തി എന്ന് പറയുന്നത്. പെട്ടെന്ന് ആ ക്രൈസിസിനെ നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോരേണ്ടി വരും. ആരോട് പറയാനാണ്? എന്താ അറിയാൻ പറ്റാതെ കാര്യം. നമുക്ക് അറിയണതല്ല പ്രശ്നം, അറിയണത് അനുസ്മരിപ്പിച്ച് കിട്ടുന്നതാണ് പ്രശ്നം. പറഞ്ഞ മനസ്സിലായില്ലേ? എല്ലാ കാര്യവും എല്ലാവർക്കും അറിയാവേ, പക്ഷേ തക്ക സമയത്ത് ഓർപ്പിച്ച് കിട്ടത്തില്ല. അതാണ് വിഷയം. എല്ലാ കാര്യവും എല്ലാവർക്കും അറിയാം, പക്ഷേ ഓർമ്മയെന്ന് പറഞ്ഞ മെക്കാനിസം പെട്ടെന്ന് വർക്ക് ചെയ്യത്തില്ല. ഓ ശരി, ഞാനത് ഓർത്തില്ല അത് ഓർത്തില്ലെന്ന്. അതാണ് വിഷയം. അതിനു വേണ്ടിയാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 14:26
ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്റെ മിസ്സിംഗ് ടൈമിലെ എന്നെ ഓർപ്പിച്ചു തരാൻ എന്നെ വിശേഷ വിധിയായി അഭിഷേകം ചെയ്യണമേ. അപ്പം നമ്മൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങൾക്കും ദൈവികമായ നടപടിക്രമങ്ങളുണ്ട്. നമ്മളൊരു ഫങ്ഷണറി ആയിപ്പോയാൽ പ്രശ്നമാണ്. അപ്പോൾ നിങ്ങളൊരു വസ്തു വിൽക്കണം, ശരി, ഉടമ്പടി എടുത്തു, ഒന്ന് പുതുക്കി, വസ്തു വിറ്റു, സാക്ഷ്യവും പറഞ്ഞ് ആ ഫയലും ക്ലോസായി, നിങ്ങൾ പഴയ ലോകത്താനായിട്ട് കുറച്ച് കഴിയുമ്പോൾ ജീവിക്കും. ഇത് ലാഗ് ചെയ്യാൻ കാരണം അതാണ്. ലാഗ് ചെയ്യാൻ കാരണം ഈ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞ് നിങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ ദൈവത്തിനെ പോലും സഹിക്കത്തില്ല, ചവിട്ടി കൊല്ലാൻ തോന്നിപ്പോകും. അതാണ് പ്രശ്നം. കാര്യം നിങ്ങളിപ്പോൾ വസ്തു വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു, വസ്തു വിറ്റു, സാക്ഷ്യവും പറഞ്ഞ് കുറേ ലക്ഷങ്ങൾ വന്ന്, അപ്പോഴും നിങ്ങൾ മേടിച്ചാൽ കൊടുക്കത്തില്ല. അതിന് വേറെ വിഷയം. നിങ്ങൾ മേടിച്ചിട്ടുണ്ട്, കുറേ കാശ് മേടിച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ, അത് കൊടുക്കത്തില്ല. ആ സമയത്ത് മക്കൾ പറയും ആ കാർ എടുക്കണം, ഈ വണ്ടി എടുക്കണം, ഈ ഡൂക്ക് എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ മക്കളുടെ പുറകെ പോകും. മറ്റവൻ അവിടെ മകളെയും കെട്ടിക്കാതെ തെണ്ടി തിരിഞ്ഞ് നടക്കണ കാണാം, ചെമ്പരത്തി പോകും ചെവി വെച്ചുകൊണ്ട്. നിങ്ങളൊറ്റ ആൾക്കാർ കാരണം. ഈ അഭ്യാസം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ലാഗ് ചെയ്യണത് അനുഗ്രഹം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആദ്യം തന്നെ ഒരു തീരുമാനം എടുക്കുക. കർത്താവായ ദൈവമേ, എന്നെ നീ അനുഗ്രഹിച്ചാൽ നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയെ പോലെ എന്റെ പെരുമാറ്റത്തിന്റെ എല്ലാ മേഖലകളിലും നിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നിന്നെ ഓർത്തുകൊണ്ട് ജീവിക്കാവുന്ന കർത്താവേ, നിന്നോട് ഞാൻ വാക്ക് തരുന്നു. എന്റെ ഉടമ്പടി പാലിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ ഉടമ്പടി ജീവിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. യേശുവേ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ തൽഫലമായ തൽസമമായ പ്രവൃത്തികൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുവാൻ യേശുവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവസ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹത്താൽ നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും ജോസഫ് നെവിന് പരിശുദ്ധാത്മാവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ല. അതുകൊണ്ടാണ് അവനെ അത് ഫീൽ ചെയ്യാഞ്ഞത്. അഗ്നിയിലൂടെ നടക്കുമ്പോൾ, നീ സമുദ്രത്തിലൂടെ പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് അല്ലേ. കണ്ണീരിൻ്റെ കാലത്ത് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ അവന് കണക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ചില ആൾക്കാരൊക്കെ കണക്ഷൻ കിട്ടണില്ല. കാര്യം നിങ്ങൾ വേറെ ആൾക്കാരുടെ കണക്ട് ചെയ്തിട്ടാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ കൂടെയും എൻ്റെ കൂടെയൊക്കെ പരിശുദ്ധാത്മാവ് ഉണ്ട്. കാര്യം അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ നമുക്ക് കണക്ഷൻ കിട്ടണില്ല. എന്താ കാര്യം? നമുക്ക് വേറെ കണക്ഷൻസ് ഉള്ളത് കൊണ്ടാണ്. ദൈവത്തെക്കാൾ പ്രാധാന്യമുള്ള കണക്ഷൻസ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ ഈ ഉടമ്പടി വർക്ക് ചെയ്യണത് കൃപയിലാണ്. കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ്. 2 Corinthians 12:9 ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ഈ ശക്തി ആണ് കൃപ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുന്നതും അതുപോലെ തന്നെ കൃപ ആർജിക്കുന്നതും, കൃപയിൽ നിലനിൽക്കുന്നതും ആർജിക്കുന്നതും ഉടമ്പടിയുടെ പ്രഖ്യാപിതം പ്രീറെക്വിസിറ്റാണ്, മുന്നാവശ്യം. മനസ്സിലായില്ലേ? കൃപയിൽ നിലനിൽക്കുന്നതും കൃപ ആർജിക്കുന്നതും ഉടമ്പടിയുടെ ഒരു പ്രഖ്യാപിതമായ അടിസ്ഥാനമായ ഒരു പ്രമാണമാണ്. എങ്ങനെ നമ്മൾ ഉടമ്പടിയിൽ നിലനിൽക്കണത്, ഉടമ്പടിയിൽ കൃപയിൽ എങ്ങനെ വർദ്ധിക്കണത്? ഇപ്പോൾ അയാൾക്ക് കൃപയുണ്ടായത് കൊണ്ടാണല്ല. അയാൾ എന്താ ചെയ്തതെന്നറിയാവോ?
അയാൾ തോറ്റതായിട്ടൊക്കെ ഫീൽ ചെയ്തില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. സെക്കൻഡ് പോയിൻ്റ് എന്താണെന്നറിയാമോ? സെക്കൻഡ് പോയിൻ്റ് പുള്ളി ഉടമ്പടി പുതുക്കാൻ തീരുമാനിച്ചു. അതാണ് സംഭവം. പുതുക്കിയിട്ട് വീണ്ടും പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ പുതുക്കിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തിരിക്കണത്, ഉടമ്പടി അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. രോഗികളൊന്നും പോയി കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ വൈഫിനോട് പറഞ്ഞു, നമുക്ക് കുറച്ച് രോഗികളെ പോയി കാണാം, ഉടമ്പടിയിലുള്ളതല്ലേ, രോഗികളെ പോയി കാണാം. അപ്പോൾ തമിഴ്നാട്ടിലാണ് പരീക്ഷ. അപ്പോൾ തമിഴ് രോഗികളെ പോയി കാണാൻ വേണ്ടി ഇവിടുന്ന് തമിഴ് പത്രം മേടിച്ചുകൊണ്ട് പോയി. അതാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങണം. ഇവിടുന്ന് ഇനിയിപ്പോൾ പിക്ചർ മാറും. അതായത് വെച്ചാൽ ഇവിടെ നിന്നാ പുള്ളി ഇംഗ്ലീഷ്, തമിഴ്നാട്ടിലാണ് പരീക്ഷ. അപ്പോൾ ഇംഗ്ലീഷ് പത്രവും തമിഴ് പത്രവും മേടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് രോഗികളോട് തമിഴ് ആശുപത്രികളിൽ പോയി അയാൾക്കറിയാവുന്ന തമിഴ് പറഞ്ഞേ, എനിക്കറിയാവുന്ന തമിഴിലൊക്കെ ഞാൻ ഈശോയെക്കുറിച്ച് രോഗികളോട് പറഞ്ഞെന്നാണ്. മനസ്സിലായ? അതാണ് അതിൻ്റെ വിഷയം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നത്? നമ്മൾ സീരിയസ് ആണെന്ന്. കാര്യം ഇപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ട്, പക്ഷേ വി ആർ നോട്ട് ഗെറ്റിംഗ് കണക്ഷൻ. എന്തുകൊണ്ടാണ്? നമുക്ക് വേറെ കണക്ഷൻസ് ഉള്ളത് കൊണ്ടാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ദൈവമായിട്ട് ചുമ്മാ ഒരു സിംഗിൾ കണക്ഷൻ ഇട്ടിട്ട് നിങ്ങൾ വേറെ മെയിൻ കണക്ഷൻസ് വേറെ വിഷയവുമായിട്ട് വെക്കും. കഴിഞ്ഞ ദിവസം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എൻ്റെ കൈക്കാരനാണ് പള്ളിയിൽ. ഞാൻ ഇടവക വികാരിയാടുന്ന സമയത്ത് ഒരു പള്ളിയിൽ ഇരിക്കുമ്പോൾ അയാളെ കൈക്കാരനാണ്. അപ്പോൾ ഒരു ഞായറാഴ്ച അയാളെ കണ്ടില്ല. കാര്യം അയാളെ ഈ വിവാഹനിധിയും കാര്യങ്ങളൊക്കെ പിരിക്കുകയും കണക്ക് തരികയൊക്കെ ചെയ്യണത്. പുള്ളിയെ കണ്ടില്ല. അപ്പോൾ അതിന് വേറെ ഒരാളെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ചോദിച്ചു, ചേട്ടാ ഇന്നലെ പള്ളി വന്നില്ലല്ലേ? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അച്ഛാ ഒരു ജീവിത പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു. ഒരു ജീവിത പ്രശ്നം ഉണ്ടായെന്ന് എന്നാൽ പുള്ളി പറയാം. പുള്ളിക്ക് അറിയാവുന്ന ഭാഷ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, എന്നാ ജീവിത പ്രശ്നമാണ്? അപ്പോൾ പുള്ളി മീൻ കച്ചവടക്കാരനാണ്. ഈ മീൻ ബൾക്കായിട്ട് വള്ളത്തിൽ നിന്ന് എടുക്കും. പുള്ളിക്ക് 2 വള്ളമുണ്ട്. ആ വള്ളം അടുക്കുമ്പോൾ മീൻ തരകന്മാർ ഇടനില നിന്നുകൊണ്ട് കച്ചവടക്കാർക്ക് മീൻ മറച്ച് വിൽക്കും. അതാണ് പരിപാടി. അപ്പോഴേ വള്ളത്തിൻ്റെ മീനിൻ്റെ കാശ് തരേണ്ടത് ആരാണ്? തരകനാണ് തരേണ്ടത്. വണ്ടിക്കാർ അയാൾ കാശ് കൊടുക്കുന്നത്. ഈ തരകൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഞായറാഴ്ച രാവിലെയാണ് അയാൾ വരണത്. അയാൾ നോൺ ക്രിസ്ത്യനാണ്. പക്ഷേ ഞായറാഴ്ച രാവിലെ 7 മണിക്ക് അയാൾ വീട്ടിലുണ്ടായിരുന്നു. തൂത്തുക്കുടിയിലേക്കൊക്കെ അയാൾ മിക്കവാറും മണവാളെക്കുറിച്ച് അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കും പുള്ളിക്കാരൻ. അപ്പോൾ ശനിയാഴ്ച വിട്ടു പോകുന്നൊരു ഞായറാഴ്ച വെളുപ്പിനെ അയാളുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ തരകൻ ഞായറാഴ്ച ഉള്ളത് കാരണം ഈ മനുഷ്യന്, ഈ കൈക്കാരന് ഞായറാഴ്ച ചെന്നാൽ മാത്രമേ കാശ് കിട്ടത്തുള്ളൂ. അത് കാരണം എന്നാ പറ്റിയിരിക്കണത്? കുർബാന കട്ട് ചെയ്ത് അയാൾ കാശിന് പോകും. ഇതോടുകൂടി എല്ലാ ഉടമ്പടിയും ചുരുട്ടിക്കൂട്ടി ചവിട്ടിക്കൂട്ടും നമ്മൾ. കാര്യം ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടെ ഈ നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞില്ലേ, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാവരുത്. അപ്പോൾ അത് പുറപ്പാട് 20:3 അത് പറഞ്ഞ നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. തരകൻ ഇവിടെ മറ്റൊരു ദൈവമായിട്ട് വരികയും അവിടെയാണ് വിഷയം. നമ്മളൊക്കെ പഴയ കൽപ്പനയല്ലേ എന്ന്? പഴയ കൽപ്പനയല്ല, വചനത്തിന് പഴയതും പുതിയതും ഇല്ലല്ല, എല്ലാം പുതിയതല്ലേ. അപ്പോൾ ഈ തരകൻ ഞായറാഴ്ച കുർബാന മുടക്കിയ ആകപ്പാടെ കിട്ടാനുള്ളത് 7,000 രൂപയാണ്. അതിന് ഞായറാഴ്ച കുർബാന കടമുള്ള ദിവസം ഞായറാഴ്ച കുർബാന മുടക്കിയ തരകൻ നിൻ്റെ കർത്താവായി മാറും. സോ യു ആർ കണക്റ്റഡ് ടു തരകൻ, നോട്ട് കർത്താവ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ഉള്ളിൽ കർത്താവുണ്ട്, പക്ഷേ വി ആർ നോട്ട് ഗെറ്റിംഗ് കണക്ഷൻ. എന്തുകൊണ്ടാണ്? വേറെ ആൾക്കാരോട് നമ്മൾ കണക്ഷൻ. അതുകൊണ്ട് ദൈവത്തേക്കാൾ പ്രാധാന്യമുള്ള വ്യക്തികളുണ്ടായാലും കമ്പനി ഉണ്ടായാലും ജോലി ഉണ്ടായാലും, ഈ ആലപ്പുഴയൊക്കെ കയറ്റാഫീസുകാർ പാപം ചെയ്യണ എപ്പോഴാണെന്ന് അറിയാമോ? ഞായറാഴ്ചയാണ്. എന്താ കാര്യം? ഞായറാഴ്ചയാണ് ഓർഡർ പോണത്, ഈ ലോഡ് പോണത്, കണ്ടെയ്നർ പോണത്. അപ്പോൾ കണ്ടെയ്നർ കൃത്യസമയത്ത് പോകാൻ വേണ്ടി ഇവർ കുർബാന കട്ട് ചെയ്യും. അവിടുത്തെ തൊഴിലാളികളും സാധാരണ തൊഴിലാളികളും മുകളിലുള്ള തൊഴിലാളികളൊക്കെ ഇത് കട്ട് ചെയ്യും. കുറേ നാൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്നാ പറ്റുക വെച്ചാൽ, നിങ്ങൾ എന്ത് കുമ്പസാരിച്ചിട്ടും കഥയില്ലാത്ത കാര്യം നിങ്ങൾ ദൈവത്തിന് അറിയാമല്ലോ. കയറ് കാണുമ്പോൾ കർത്താവിനെ മറക്കണ ആളാണെന്ന് കർത്താവിന് അറിയാമല്ലോ. അത് കാരണം നിങ്ങൾ അഭ്യാസം ഒന്നും കാണിച്ചിട്ട് കഥയുമില്ല. ചിലപ്പോൾ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ കുരിശിൻ്റെ വഴി എടുത്തോണ്ട് ചിലപ്പോൾ തുണിയിലൊക്കെ നടക്കാൻ കഴിയും, നിലയം വിളിച്ചുകൊണ്ട്. ഒരു കഥയില്ല. ദൈവത്തിന് അറിയാം നിങ്ങൾ ആരാണെന്ന്. കാര്യം ഇന്നത്തെ പ്രശ്നം, ബൈബിൾ തുടങ്ങുമ്പോൾ തന്നെ ബൈബിൾ പറയുന്ന സംഭവമുണ്ട്, നിങ്ങൾ ആരാണെന്ന് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുമെന്ന്.
2:24 യോഹന്നാന്റെ സുവിശേഷം വായിച്ചേ. ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 2:24 യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. ഒന്ന് പറഞ്ഞേ. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. എന്താണ് കാരണം? അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. പോരെ പണിയായേ. അതായത് നിങ്ങൾ ദൈവത്തിന് പിടികൊടുത്താൽ ഈ മരണം വരെ ദൈവം നിങ്ങളെ വിശ്വസിക്കത്തില്ല, നിങ്ങൾ എന്ത് അഭ്യാസം കാണിച്ചാലും. ചില ആൾക്കാർക്ക് ഉടമ്പടി ലാഗ് ചെയ്യാൻ കാരണം അതാണ്. നിങ്ങളെക്കുറിച്ച് കൃത്യമായി യു ആർ ബ്രാൻഡഡ്. നിങ്ങൾ തക്കങ്ങൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ആളാണെന്ന് ദൈവം ബ്രാൻഡ് ചെയ്ത് വെച്ചിരിക്കുകയും. ഒരു വായിച്ചഭാവം യോഹന്നാൻ 2:24 യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. അടുത്ത വചനം വായിച്ചേ. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. തീർന്നു, പരിപാടി തീർന്നു. കിഡ്നി അടിച്ചു പോയി. കാര്യം എല്ലാ സംഭവവും നമ്മളുടെ എല്ലാ ഫോട്ടോസ്റ്റാറ്റും സ്കാനൊക്കെ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുക. റിസൾട്ടെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ ഈ പഴയ നിങ്ങളുടെ ഫയൽ ചേഞ്ച് ചെയ്യാൻ, ദൈവദൃശ്യത്തിന് ഫയൽ ചേഞ്ച് ചെയ്യാൻ ബോധപൂർവ്വം ശ്രമിക്കണം. അല്ലെങ്കിൽ ഉടമ്പടി ലാഗ് ചെയ്യും. കാരണം നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഏതെല്ലാം മോഡിലാണ് ദൈവത്തോട് പെരുമാറിയതെന്നൊക്കെ ദൈവത്തിന് അറിയാം. ആ ഒരു രീതി തന്നെയാണ് ഇത് മുന്നോട്ട് പോകേണ്ടത്. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. കാരണം മനുഷ്യരിലുള്ള എന്താണെന്ന് അറിയാമായിരുന്നെന്ന് പറയും. കാര്യം അവസാനം വരുമ്പോഴും ഇപ്പോൾ ഉദാഹരണത്തിന് കൃപ ആർജിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിക്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നമ്മുടെ മത്തായിയുടെ സുവിശേഷം 5:3. മത്തായി 5:3 എടുത്തേ. ശ്രുതികടെ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഒന്ന് പറഞ്ഞേ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. സ്വർഗരാജ്യം അവരുടേതാണ്. ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതും, അതായത് ബൈബിളിലെ നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞത് വാട്ടർമാർക്കായിട്ട് ഇങ്ങനെ വെളിപാട് വരെ കയറിപ്പോയിരിക്കുകയാണ്. ഇടയ്ക്ക് മാറ്റമൊന്നുമില്ല. നിന്റെ കർത്താവ് ആരാണെന്ന് ദൈവം എപ്പോഴും ഇങ്ങനെ നമ്മുടെ ഈ എന്താണ് ഇവിടെ ഇവർക്ക് എഴുതി വെച്ചിട്ടില്ലേ? ക്യാമറ സർവൈലൻസിലാണ് നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. അഭ്യാസം കാണിച്ചാൽ അപ്പോൾ പൊക്കുമെന്ന് എൻ്റെ അടുത്ത്. നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു. അയാൾക്ക് എന്താണ് തരകനായിപ്പോയി പെട്ടെന്ന് കർത്താവായ ദൈവം ഇല്ലേ? എപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ ദിവസത്തേട്ട് തൊടുമ്പോൾ കൈ പൊള്ളിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നീ മരിച്ചു എന്നാണ്. അപ്പോൾ മനസ്സിലായില്ലേ? കർത്താവിൻ്റെ ദിവസത്തേട്ട് തൊടുമ്പോഴേ കൈ പൊള്ളിയില്ലെങ്കിൽ, ഇപ്പോൾ കൈ പൊള്ളണിയില്ല. കാര്യം ഈ കോവിഡ് കാലത്ത് കുർബാന ഒന്നും കാണാൻ ഓൺലൈനിൽ കണ്ട് അവസാനം ഇപ്പോൾ കുർബാനയ്ക്ക് ഞായറാഴ്ച ഏതാണ് വെള്ളിയാഴ്ച ഏതാണെന്ന് അറിയാൻ പാടില്ലാതെ വെളിവില്ലാതെ നടക്കില്ല ആൾക്കാർ. പണ്ട് ഞായറാഴ്ച കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഞായറാഴ്ചകളല്ല എന്ന് വിചാരിക്കുമ്പോൾ ശനിയാഴ്ച തന്നെ ഉരുക്കം തുടങ്ങും. ഇന്നിപ്പോൾ ഉരുകാനുമില്ല, ഉറപ്പിക്കാനുമില്ല, ആരുമില്ല. എല്ലാ ഞായറാഴ്ചയും വെള്ളിക്ക് തിങ്കളാഴ്ച എല്ലാം ഒരുപോലെയാണ്. പക്ഷേ ദൈവവചനത്തിന് മാറ്റമില്ല. എന്താ കർത്താവ്? ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ. അതിൻ്റെ അർത്ഥം എന്താ? 5:3 സംഭവം. ഈ പണ്ടത്തെ ഈ പുറപ്പാടിൻ്റെ 20:3 അതായത് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക്, ആ സാധനം തന്നെയാണ് ഇത് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? 5:3 ആത്മാവിൽ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ശരീരത്തിൻ്റെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പത്തല്ലേ? പൊന്ന് പണം ഒക്കെ അല്ലേ ശരീരത്തിൻ്റെ സമ്പത്തെന്ന് പറയണത്. ആ പൊന്നും പണവും നമ്മുടെ ഇല്ലെങ്കിൽ നമ്മൾ ദാരിദ്ര്യം പിടിച്ച ആൾക്കാരായി മാറും. അപ്പോൾ ശരീരത്തിൻ്റെ ദാരിദ്ര്യമാണ്. ഉറപ്പല്ലേ? ആത്മാവിൻ്റെ ദാരിദ്ര്യം എന്താണ്? ആത്മാവിൻ്റെ സമ്പത്ത് എന്താണെന്ന് ആദ്യം അറിയണം. ആത്മാവിൻ്റെ സമ്പത്ത് എന്താണ്? കൃപയാണ്. അത് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്താൽ നേടിയെടുത്ത കൃപയാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ കൂടെ കണക്ട് ചെയ്യേണ്ടത് ഗലാത്യർ 6:9 വായിച്ചേ. ശ്രുതികടെ ഹല്ലേലൂയ. 6:19 ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ.
സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ദൈവീശുകൊണ്ട് ആരാധന ഗലാത്യർ 6:19-18. സഹോദരരെ പറയുക, സഹോദരരെ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ആത്മാവിന്റെ കൂടെ ഉണ്ടാകുന്നത് എന്താണ്? കൃപയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇതാണ് മത്തായി 5:3 വായിച്ചത്. എന്താണ്? ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ. എന്ന് വെച്ചാൽ കൃപ എനിക്കില്ലല്ലോ. അനുഗ്രഹം ഉണ്ടാകും, കല്യാണം കഴിക്കും, പിള്ളേരും ഉണ്ടാകും, ജോലിയും കിട്ടും, വീടും വെക്കും, വയസ്സുമാകും, ചത്തും പോകും, അതൊക്കെ അങ്ങനെ നടക്കും. പക്ഷേ എൻ്റെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാകുന്നത് എന്താണ്? കൃപയാണ്. അതാണ്. ശരീരം സെമിത്തേരിയിൽ പോകുമ്പോൾ ചാപ്റ്റർ ക്ലോസ് ചെയ്യും, ആത്മാവ് പോകുന്നില്ല. കൃപ എവിടെയാണ് ഉണ്ടാകുന്നത്? 6:19 ആത്മാവിൻ്റെ കൂടെയാണ്. ദാറ്റ് മീൻസ് ആത്മാവിൽ ദാരിദ്ര്യമെന്ന് പറയണത് കൃപയെക്കുറിച്ചുള്ള ദാരിദ്ര്യമാണ്. എനിക്ക് കൃപയില്ലല്ലോ. അനുഗ്രഹം ഉണ്ടാകാം. അനുഗ്രഹം ഇപ്പം ഉണ്ടാകണമെങ്കിൽ നീ ഒരു വിശ്വാസി പോലും ആകേണ്ട ആവശ്യമില്ല. നീ ഒരു നിരീശ്വരനായാൽ പോലും അനുഗ്രഹം ഉണ്ടാവും. കാര്യം ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് ഉണ്ട് അവിടെ. നീ സന്താന പുഷ്ടിയുള്ളവരെ പെരുകി വർദ്ധിക്കാൻ വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അനുഗ്രഹിച്ചിരിക്കണമല്ലേ. അതുകൊണ്ട് നിൻ്റെ PR, നിൻ്റെ IELTS, നിൻ്റെ IAS, IIM എല്ലാം കർത്താവ് നേരത്തെ പാസ്സാക്കി വിട്ട കാര്യമാണ്. നീ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. അതിനാരും കെട്ടിയെടുത്ത് വിശ്വാസിയാകേണ്ട ഒരു കാര്യമില്ല. ഏതാ വിശ്വസിക്കും അതൊക്കെ എല്ലാം കിട്ടും. ബട്ട് the matter of grace, that's a different thing. കാരണം എന്താ? the fruit of his passion. അത് അവൻ്റെ പാഷൻ്റെ ഫ്രൂട്ടാണ്. നമ്മൾ കൃപയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കൃപ നേടിയെടുക്കാൻ വേണ്ടി അവൻ രക്തത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു, അവൻ്റെ കമ്മിറ്റ്മെൻറ്റ് ചിന്തിക്കുന്നു, അവനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും അവന് വേണ്ടി നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കൃപയാൽ ഞങ്ങൾക്ക് അഭിഷേകം ചെയ്യണമേ. കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ യേശുവേ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം കൃപയാണ് ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത്. ആ കൃപ അഭിഷേകം ഉള്ളത് കൊണ്ടാണ് നെവിൻ ജോസഫിനെ പരീക്ഷ തോറ്റിട്ടും അയാൾക്ക് ഫീൽ ചെയ്യാഞ്ഞത്. അയാൾ അഗ്നിയിലൂടെ നടക്കുകയാണ്, പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം അയാൾക്കുണ്ട്. അതുകൊണ്ടാണ് പറയണത്, ഞാൻ ഈ ശബ്ദത്തിലൂടെ നടക്കും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവസാന്നിധ്യം പ്രസൻസ് ഓഫ് ഗോഡാണ്. ഈ പ്രസൻസ് ഓഫ് ഗോഡാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിം. അല്ല നമ്മളുടെ സാധാരണ കാണുന്ന ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള അനുഗ്രഹത്തിനേക്കാൾ ഉപരി നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് ദൈവസാന്നിധ്യത്തിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആശ്വസിപ്പിക്കപ്പെടും 5:4 മത്തായിയുടെ സുവിശേഷം 5:4 വായിച്ചോളൂ. കരയുന്നവർ ഭാഗ്യവാന്മാർ. പറഞ്ഞേ, കരയുന്നവർ ഭാഗ്യവാന്മാർ. അതിന് പറഞ്ഞ കരയുന്നവർ ഭാഗ്യവാന്മാർ. കരയുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് എന്താ സംഭവിക്കണം ചോദിച്ചേ? അവർ ആശ്വസിപ്പിക്കപ്പെടും. അവർ ആശ്വസിപ്പിക്കപ്പെടും. മനസ്സിലായില്ലേ? കരയുന്നവർ ഭാഗ്യവാന്മാർ. അതെന്തുകൊണ്ടും കരച്ചിലുണ്ടാകാം അല്ലേ? എന്തുകൊണ്ടും കരച്ചിലുണ്ടാകാം. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞാണ്, 6 വയസ്സുള്ള കൊച്ചാണ്. അവളുടെ അപ്പനും US-ലാണ്. അമ്മയാണ് അവളെ വളർത്തുന്നത്. സ്കൈപ്പിൽ എപ്പോഴും അപ്പനും അമ്മയും കാണുമ്പോൾ അവ എപ്പോൾ വരും എന്ന് പറഞ്ഞാൽ അവർ കരഞ്ഞിട്ടുകൊണ്ടിരിക്കും. അതിനേക്കാളൊക്കെ കരച്ചിലാണ് കുഞ്ഞ്. കാര്യം അവർക്ക് കൊച്ചിൻ്റെ അപ്പൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തും പോകാൻ പറ്റണില്ല. അപ്പൻ്റെ ബാല്യം ഭയങ്കരമായിട്ട് രീതിയിൽ സഫർ ചെയ്യുന്നത് പീഡിത ബാല്യമാണ്. അപ്പോൾ നമുക്ക് കണ്ട വിഷമം തോന്നും. അപ്പോൾ അമ്മാമ്മയ്ക്കും അറിയാം ഇത്. അപ്പോൾ അമ്മാമ്മ പറയുന്നു, നമുക്ക് കൃപാസനത്തിൽ പോയി അമ്മയോട് പറയാം, കുഞ്ഞിന് വിസ കിട്ടാൻ, ഈ US വിസ കിട്ടാൻ വലിയ പാടാണ്. ഇവിടെ ഡെലിവറി ചെയ്താണ്, അവിടെ പ്രസവിച്ചാണെങ്കിൽ വലിയ പ്രശ്നമില്ല.
ഇവിടെ പ്രസവിച്ചിരിക്കണ കാരണം അവർ കൊടുക്കാൻ വലിയ പാടാണ്. അവർ തന്നെ 1000 പേർക്ക് കൊടുത്ത് ലോട്ട് എടുത്തിട്ട് തന്നെ ഒരാൾക്കല്ലേ കൊടുക്കുന്നത്. ട്രംപിൻ്റെ കാലത്ത് അതും കിട്ടത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ കുഞ്ഞിന് പോകാനുള്ളൊരു വാതിലടച്ച് ഇപ്പോൾ അപ്പനും അമ്മയും അവിടെയും കുഞ്ഞിവിടെയും ആകുമ്പോൾ എന്തു ചെയ്യും? ഇവിടെ പരീക്ഷയ്ക്ക് പഠനത്തിൽ ചേർക്കാനും പറ്റണില്ല, അത് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചേർക്കാനും പറ്റുന്നില്ല, അവിടെ പോയി പഠിക്കാനും പറ്റണില്ല. ആകെപ്പാടെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇരുട്ട് കയറിയിരിക്കുകയാണ്. കുഞ്ഞിനെ അപ്പനും അമ്മയും കണ്ടിട്ട് അവിടെ ഒരു ക്രിസ്മസിനായാലും ഈസ്റ്ററിനായാലും കുഞ്ഞിന് സന്തോഷമില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കും അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ കിട്ടേണ്ടത് നമ്മുടെ കയ്യിലുള്ള അല്ലല്ല, അമേരിക്കൻ ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ കുഞ്ഞിന് വിസ കൊടുക്കേണ്ടത്, അവർ കൊടുക്കണില്ല. 1.5 കൊല്ലമായി. അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തിട്ട് പക്ഷെ അവർക്ക് നല്ല ബോധമുണ്ട്. അമ്മമ്മ എന്ന് പറഞ്ഞാൽ പ്രായമൊന്നുമില്ല, അവർക്ക് 56 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവർ കുഞ്ഞിനോട് പറഞ്ഞു, ബാവേ നീ തന്നെ എല്ലാ വീട്ടിലും കൊണ്ട് കൃപാസനം പത്രം കൊടുക്കാൻ പറഞ്ഞു. അവർക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. അതാണ് വിഷയം. അമ്മമ്മ കുഞ്ഞിനെ നിർദ്ദേശിക്കണം. ആ സാക്ഷ്യം കിടപ്പണം, നല്ല സാക്ഷ്യമാണ്. ബാവ തന്നെ ഇത് എല്ലാ വീട്ടിലും കൊണ്ടു നടന്ന് കൃപാസനം പത്രം കൊടുത്തിട്ട് അമ്മയോട് പറയണം, അമ്മേ എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് പോകാനുള്ള വഴി കാണിച്ചു തരാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ കണ്ണ് നിറഞ്ഞു പോകും. കാര്യം 1.5 കൊല്ലമായി ഈ വിഷയം സഫർ ചെയ്യണത്. പക്ഷേ ഈ പറഞ്ഞ പോലെ കൃപാസനം പത്രം 10ാമത്തെ വീട്ടിൽ കൊടുത്തായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ തന്നെ മൊബൈലിൽ മെസ്സേജ് വന്നു, യു ബിസൈൻ പ്രോസസ് എന്നും പറഞ്ഞ്. പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും കാരുണ്യ പ്രവർത്തികളിലൂടെയും ഈശോ ഞങ്ങളുടെ സമയത്തെ ത്വരിതപ്പെടുത്തി അനുഗ്രഹിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഇനി എൻ്റെ മക്കൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ കുഞ്ഞിന് വിസ കിട്ടിയപ്പോൾ എത്ര പേർക്ക് ആശ്വാസം ഉണ്ടായി? അമ്മമ്മക്ക് ആശ്വാസം ഉണ്ടായി അല്ലേ? പിന്നെ ആർക്കുണ്ടായി? കുഞ്ഞിന് വലിയ ആശ്വാസം ഉണ്ടായി. പിന്നെ കുഞ്ഞിൻ്റെ അപ്പന് ആശ്വാസം ഉണ്ടായി, അമ്മയ്ക്ക് ആശ്വാസം ഉണ്ടായി. ആകെപ്പാടെ പിക്ചർ മാറി. ഈ ആശ്വാസം ഒന്ന് പക്ഷേ ബൈബിൾ എന്താ വിളിക്കണമെന്ന് അറിയാവോ? ആശ്വാസം എന്നല്ല വിളിക്കണത്, പ്രസൻസ് ഓഫ് ഗോഡ് എന്നാണ് വിളിക്കണത്. അതാണ് വിഷയം. ഉടമ്പടിയിലുള്ള സംഭവമാണ് ആശ്വാസം. അതായത് 33:14 വായിച്ചേ, പുറപ്പാട് പുസ്തകം. ശ്രുതികടെ ഹല്ലേലൂയ. പുറപ്പാട് 33:14 വായിച്ചേ. പുറപ്പാട് 33:14. ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും, ഒന്നേറ്റ് പറഞ്ഞ, ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും, നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. പിടിയാ. അപ്പോൾ ഈ നമുക്ക് ആശ്വാസം ലഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്. ക്ലിയർ അല്ലേ? ഇതാണ് ഇതിൻ്റെ ബൈബിൾ മെക്കാനിസം. അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചോ? അപ്പം നിങ്ങൾക്ക് ആശ്വാസം കിട്ടി, ഞാൻ IELTS ജയിച്ചു, എൻ്റെ വസ്തു വിറ്റെന്നല്ല പറയേണ്ടത്, കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്ന്. കൈ ഇടിച്ച് കർത്താവ് പാലിക്കുന്നതിലൂടെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന, ഞങ്ങളുടെ കൂടെ വരുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാക്കൂ. നീ വന്നു ശാന്തിയേകൂ. ഒരുമിച്ച് പാടുക. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാക്കൂ. ഇപ്പോഴും നിങ്ങൾക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ടല്ലേ? എന്താ കാര്യം? നമ്മൾക്കൊരു ആശ്വാസം ലഭിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആശ്വാസം ലഭിച്ചു എന്നല്ല, മറിച്ച് എന്താണ്? കർത്താവ് നമ്മുടെ കൂടെ വസിക്കുന്നു എന്നുണ്ടാണ്. അപ്പം നിങ്ങൾ തുള്ളിച്ചാറേണ്ടതാണ് കേസ് കേട്ടെ. ഇത് ഏറ്റവും കൂടുതൽ പറയണത് ഉടമ്പടിയുടെ പശ്ചാത്തലത്തിലാണ്. ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളെ കൂടെ വരികയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയണത്. വേറെ ഒരു പ്രെയർ ഫോമിന് അതില്ല. പുറപ്പാട് 33:14 ഉടമ്പടി പ്രകാരമാണ്
ഞാൻ നിങ്ങളുടെ കൂടെ വരികയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. അതിന് ഈ 5-4 കൂട്ടി വായിക്കണം നല്ലതാണ്. മത്തായി 5:4 വായിച്ചവനെ ശ്രുതികടെ ശ്രുതികടെ ശ്രുതികടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. മത്തായി 5:4. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. പറഞ്ഞ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ആശ്വസിപ്പിക്കപ്പെടും. ഒന്നിന് പറഞ്ഞ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. അവർ ആശ്വസിപ്പിക്കപ്പെടും. എന്താ കാരണം? ഈ ആശ്വസിപ്പിക്കപ്പെടുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടുക എന്നതിൻ്റെ അർത്ഥം പുറപ്പാട് 33:14 അനുസരിച്ച് കൊണ്ട്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ജയിച്ചാലും ആശ്വാസമാണ്. ദാറ്റ് മീൻസ് അത് പരീക്ഷ ജയിച്ചാൽ മാത്രം വിഷയമല്ല, ദൈവം നിങ്ങളുടെ കൂടെ വസിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ് വരണത്. ഈ ദൈവ വസിപ്പിനെ വിവേചിക്കണം. അതാണ് ഉടമ്പടി പുരോഗമിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം. പവർ ആൻഡ് പ്രസൻസിലാണ് നമ്മൾ ധ്യാനം തുടങ്ങുന്നത്, അല്ലേ? ദൈവത്തിന് നമുക്ക് ലഭിക്കുന്നത് പവറാണ്, പിന്നെ എന്താണ്? പ്രസൻസാണ്. ഈ പ്രസൻസ് എന്ന് പറയുന്നത് പലപ്പോഴും കണ്ണീരിൻ്റെ കാലത്താണ് അത് വെളിവായി വരണത്. ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരികയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. കരയുന്ന കാലം അതാണ് നിങ്ങൾ കരയുന്നവർ ഭാഗ്യവാന്മാർ, അവരെ ആശ്വസിപ്പിക്കപ്പെടും. അത് തന്നെയാണ് ഐസയ ഈ മത്തായി 5:4 തന്നെയാണ് ഐസയ 43:3 പറയണം. നിങ്ങൾ സമുദ്രത്തിലൂടെ സഞ്ചരിക്കും, സമുദ്രം നിന്നെ വിഴുങ്ങത്തില്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതായത് കണ്ണീരിൻ്റെ കാലങ്ങളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മൾക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്. പക്ഷേ ആ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥന വരണത് ഉടമ്പടിയിലാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? കണ്ണീരിൻ്റെ കാലത്ത് നമുക്ക് സാന്നിധ്യം നൽകുന്ന വാഗ്ദാനമുണ്ട്. പക്ഷേ ആ വാഗ്ദാനം പ്രാപിക്കാനുള്ള സംവിധാനം വന്നിരിക്കുന്നത് ഉടമ്പടിയിലാണ്, ഉടമ്പടി പ്രകാരമാണ്. അതുകൊണ്ട് ഉടമ്പടി ചെയ്ത ഓരോ മകനും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവിക്കാനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സാഹചര്യമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കിയാണ് ഉടമ്പടിയെ സമീപിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യത്തിൽ വളരേണ്ടത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്നാൽ സാന്നിധ്യം വന്നാൽ എന്താ പറ്റും? പുറപ്പാട് 14 വർക്കൗട്ട് ചെയ്യും. എന്താണ്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങളുടെ കൂടെ സാന്നിധ്യം നൽകുന്ന കർത്താവില്ലേ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പിന്നെന്താണ്? നിങ്ങൾ മൗനമായിരുന്നാലും മതി. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുക. തിരുമുൻപിലണയുന്നു ഞങ്ങൾ, ഉരുകുന്ന ഹൃദയത്തിൻ നൊമ്പരങ്ങൾ കരതാരിലേക്കുന്നു ഞങ്ങൾ. നീസ്തിയിൽ വാഴുമീശോ, തിരുമുൻപിലണയുന്നു ഞങ്ങൾ, ഉരുകുന്ന ഹൃദയത്തിൻ നൊമ്പരങ്ങൾ കരതാരിലേക്കുന്നു ഞങ്ങൾ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാക്കൂ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാക്കൂ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാക്കൂ. എല്ലാവരും നിൽക്കുക. ആരോഗ്യസൗഖ്യ പ്രാർത്ഥന. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ചൈതന്യം തളം കെട്ടി നിൽക്കുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ കുദാശാന്യകരണമായ മരിയൻ ഉടമ്പടിയിലാണ് നമ്മൾ ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ചാണ് ഈ സമയം മുഴുവനും കർത്താവ് നമ്മളോട് സംസാരിച്ചത്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, മക്കളെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവ് കാണിച്ചു തരുന്ന കർത്താവ് സുഖപ്പെടുത്തുമെന്ന് ഉദ്ദേശിക്കുന്ന രോഗങ്ങളെ കാണിച്ചു തരുന്നതനുസരിച്ച് കൊണ്ട്
അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. കർത്താവിൻ്റെ അടിപ്പണ്ട പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കുന്ന സമയമാണ്. സ്തുതികട്ടെ, സ്തുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവെ പേശികൾ ദ്രവിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വവാലിൻ്റെ ചിറക് പോലെ കർത്താവെ ചില പേശികളെ കാണിക്കുന്നുണ്ട്. പേശികൾക്കെല്ലാം കർത്താവ് ക്ഷയം സംഭവിച്ചത്, പേശി ക്ഷയങ്ങൾ സംഭവിച്ചത് കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് മിറക്കിൾ. പേശികളെ കർത്താവെ ക്ഷയം സംഭവിച്ചവരെ, അസ്ഥികളെ ദ്രവിച്ചിരിക്കുന്ന അസ്ഥി ശോഷണമുള്ളവരെ, അതുപോലെ നടക്കാനോ കൈ ഉയർത്താനോ പറ്റാത്തവരെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ശ്രുതിക്കട്ടെ, എല്ലാവരും ശ്രുതിക്കട്ടെ. കർത്താവ് എന്നിട്ട് തിരുമുറുപാർന്ന വലത്ത് കരം കർത്താവ് ഓരോ മകൻ്റെ മേലും മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്നിട്ട് തിരുമുറുപാർന്ന വലത്ത് കരം കർത്താവ് ഉള്ളക്കാലം മുതൽ ഉച്ചവരെ കർത്താവ് ക്യാൻസർ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന, ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളിലും പുറത്തും രോഗമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവിടെ ആയിരിക്കും എന്ന രോഗി വീട്ടിലായിരിക്കുകയും ചെയ്യുന്ന രോഗികളെ, കിടപ്പ് രോഗികളെ, നടപ്പ് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മസ്തിഷ്കത്തിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ, സൗഖ്യത്തിൻ്റെ രക്തം നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തൊണ്ടയിലെ കർത്താവ്, നാക്കിലും നാവിലും നാഭിയിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവിൻ്റെ മുഴുവൻ രോഗങ്ങൾ നീ സൗഖ്യപ്പെടും, വിടുതൽ പ്രാപിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ശ്വാസകോശങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ, ശ്വാസകോശങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഹൃദയത്തിലും ഹൃദയപേശികളിലും കോശങ്ങളിലും ഞരമ്പുകളിലും വാൽവുകളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ശ്വാസകോശ രോഗികൾ, ഹൃദയ രോഗികൾ സൗഖ്യമാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തെ കരളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കരളിൽ കർത്താവ് പുളിഖായിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. പാൻക്രിയാസിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ പാൻക്രിയാസിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഉദര രോഗികളെ, കുടൽ രോഗികളെ, കുടൽ പുണ്ണുള്ളവരെ, അൾസർ രോഗികളെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അടിവയറ്റിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ, കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളെ സൗഖ്യം പ്രാപിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ മക്കളില്ലാത്തവരെ കർത്താവ് സ്പർശിക്കട്ടെ. അണ്ട ഉൽപ്പാദിക്കപ്പെടാത്തവരും ബീജ ഉൽപ്പാദിക്കപ്പെടുന്നവരും കർത്താവ് സ്പർശിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സിസ്റ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ കിഡ്നി രോഗികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കിഡ്നി ചുരുക്കമുള്ളവരെ, കിഡ്നി ചുരുങ്ങിപ്പോകുന്നവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ കിഡ്നി കല്ലുള്ളവരെ കർത്താവിൻ്റെ രക്തം അരിഞ്ഞു പോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നടുവേദന ഉള്ളവരെ, നട്ടലിന് വേദന ഉള്ളവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. മൂത്രം അറിയാതെ പോകുന്നവരെ, മലമറിയാതെ പോകുന്നവർ, രക്തമറിയാതെ പോകുന്നവർ, ചെയ്ത് വഴുപ്പ് വരുന്നവരെ, മൂക്കിരുന്ന് സ്രാവങ്ങൾ വരുന്നവരെ, എല്ലാ സ്രാവരോഗികളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. അതിശക്തമായി ശ്രദ്ധിക്കട്ടെ, ഇടിമിന്നൽ പോലെ ശ്രദ്ധിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അസ്ഥിരോഗികളെ, പേശി രോഗികളെ, കാലിന് വാദമുള്ളവരെ, നടക്കാൻ പറ്റാത്തവരെ, കാലിന് നീരിറങ്ങി വരുന്നവരെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മുടി കൊഴിഞ്ഞു പോകുന്നവരെ, ചിരങ്ക രോഗികളെ, ചൊറി രോഗികളെ, സോറിയാസിസ് രോഗികളെ, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ മാരക രോഗങ്ങൾ, തിരവേദികൾ യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. രോഗസൗഖ്യങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ, നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും സഹോദര കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമ്മൾ ഫുൾ യേശുവിനെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ മാതാവിൻ്റെ മാധ്യസ്ഥത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ജീവിത സാഹചര്യങ്ങളെ കർത്താവ് ഏറ്റെടുക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു, ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു, നമ്മുടെ അധ്വാനിച്ച പണം അന്യാധീനപ്പെട്ടു പോയി മറ്റുള്ളവരുടെ കയ്യിൽ അകപ്പെട്ടു പോയതിന് പ്രാർത്ഥിക്കാൻ പോകുന്നു, വസ്തു ഭാഗോടുകൂടി നടക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു, സ്ഥലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു,
വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വിവാഹം ഒക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വിവാഹം തകർച്ചയിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. സാമ്പത്തികമായ തകർച്ചയിൽ വരുമാന മാർഗമില്ല, ജോലിയില്ല, വ്യവസായങ്ങൾ തകരുന്നു, കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ തകരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ നീ അനുഭവിക്കുന്ന കണ്ണീരിന് വേണ്ടി കർത്താവിൻ്റെ തുടച്ചു മാറ്റപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. എൻ്റെ മക്കൾ ശക്തമായി മാതാവിൻ്റെ മധ്യസ്ഥങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് യേശുനാമത്തെ സ്തുതിക്കട്ടെ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഓരോ മകനെയും നീ ആശീർവദിക്കണമേ, ഓരോ മകളെയും നീ ആശീർവദിക്കണമേ. ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവരെ, കർത്താവ് പലതരത്തിൽ വേദന അനുഭവിക്കുന്ന പലതരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ലഭിക്കാത്തവർ, തടസ്സമായിരിക്കുന്നവർ, രേഖകൾ ലഭിക്കാത്തവർ, തടസ്സമായിരിക്കുന്നവർ, കർത്താവ് ജയിലിലായിരിക്കുന്നവർ, പോലീസ് കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, ബാങ്കിൽ കടമ അനുഭവിക്കുന്നവർ, അകപ്പെട്ടിരിക്കുന്നവർ, ജപ്തി നടപടി നേരിടുന്നവർ, എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തി നിലയ്ക്ക് ആവശ്യമായ പരീക്ഷ എഴുതാൻ പോകുന്നവർ, എഴുതി കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റീവാലുവേഷന് വേണ്ടി കൊടുത്തിരിക്കുന്നവർ, കർത്താവ് എല്ലാ തരത്തിലും മനസ്സിടിഞ്ഞു പോയവർ, മാനസിക രോഗമുള്ളവർ, ഡിപ്രഷനുള്ളവർ, കർത്താവ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ കുഴങ്ങുന്നവർ, ഒരു വഴി കാണാതെ വഴിമുട്ടി നിൽക്കുന്ന ആൾക്കാർ, എല്ലാവരുടെ മേലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് എന്തിനെല്ലാം വേണ്ടിയാണോ ജനങ്ങൾ ഇവിടെ കണ്ണീരോടെ ഇപ്പോഴും ഓൺലൈനിലും പ്രാർത്ഥിക്കുന്നത്, എപ്പോഴെല്ലാം പ്രാർത്ഥിച്ചാലും ആ നിമിഷങ്ങളിലെല്ലാം കർത്താവിൻ്റെ കണ്ണ് നിന്നെ ആവശ്യിക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നിൻ്റെ എല്ലാ തടസ്സദോഷങ്ങൾ വിടുതലും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ ജീവിത ദുരിതങ്ങളെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന. ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ, നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. എല്ലാവരും മുട്ടേ നിൽക്കുക. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.